ഹായ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇഞ്ചിപ്പുളി റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി ചേർത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റിയെടുക്കാം. ഇഞ്ചി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം, പക്ഷെ കരിഞ്ഞു പോകരുത്. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇഞ്ചി മൂപ്പിച്ചെടുക്കാൻ. ഇഞ്ചി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കാം. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇത് ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് ഉലുവയും ചേർക്കുന്നുണ്ട്. ഞാൻ ഉലുവ പൊടി ചേർക്കുന്നില്ല, ഉലുവ താളിക്കുന്ന ഇതിൽ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എല്ലാ പൊടികളും ഒരു 1/4 ടീസ്പൂൺ അളവിലേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി പിഴിഞ്ഞ് അരിച്ച് വെച്ചതാണ്. ഇത് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. പുളിയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇതിലേക്ക് വളരെ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി ഉലുവ കടുകൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർത്ത് വഴറ്റിയെടുത്താലും മതി. പുളിയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 അച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കര, അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർക്കുന്നത്. അഥവാ കല്ലുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇത് നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കുറുകി വരണം. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പറ്റി വരാൻ കാത്തു നിൽക്കുക. പുളി നന്നായിട്ട് വെന്ത് വരണം. ഞാൻ ഇതിലേക്ക് ചെറിയൊരു പീസ് ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന്. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന പച്ചമുളകിൻ്റെ അളവും അവരവരുടെ എരിവിനനുസരിച്ചിട്ടും ചേർക്കാം. ഒരുപാട് എരിവ് എന്തായാലും ഇഞ്ചിപ്പുളിക്ക് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പുളിയിഞ്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കുറുകി വരുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇഞ്ചിപ്പുളി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് വന്നോളൂ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്.
അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്